2024 അർദ്ധവാർഷിക പരീക്ഷയുടെ മലയാളത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം ഒരു കഥയാണ്. അത് വായിച്ച് നോക്കിയിട്ട് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കഥ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം ഈ കഥയിലുണ്ട്. അത് കണ്ടെത്തിയിട്ട് എല്ലാവരും എഴുതണം. എല്ലാവരും കഥ വായിച്ചു നോക്കിയെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, കുഞ്ഞിക്കുരുവി ഞെട്ടി ഉണർന്നതിൻ്റെ കാരണം എന്താണ്? ആ കഥയിലുണ്ട് ഉത്തരം. അത് വായിച്ച് കണ്ടുപിടിക്കുക. നിലാവ് കണ്ട കുഞ്ഞിക്കുരുവിക്ക് എന്താണ് തോന്നിയത്? രണ്ടാമത്തെ ചോദ്യം എന്താണ്? മൂന്നാമത്തെ ചോദ്യം, തൻ്റെ പരിസരം കാണാൻ ഏറ്റവും ഭംഗിയുള്ള സമയം ഏതാണെന്നാണ് കുഞ്ഞിക്കുരുവി ചിന്തിച്ചത്? നാലാമത്തെ ചോദ്യം, ഭംഗി എന്ന അർത്ഥം വരുന്ന മറ്റൊരു പദം കൂടി കഥയിലുണ്ട്. ആ പദം കണ്ടെത്തുക. അവസാനം കഥയ്ക്ക് ഒരു തലക്കെട്ട് എഴുതുക. അപ്പോൾ ആ കഥ വായിച്ചിട്ട് നിങ്ങൾ ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തുക. ഓക്കെ, ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്തണം. ശേഷം ശരിയാണോ എന്നറിയാൻ ഇവിടെ നോക്കുക. ഒന്നാമത്തെ ചോദ്യം, കുഞ്ഞിക്കുരുവി ഞെട്ടി ഉണർന്നതിൻ്റെ കാരണം എന്താണ്? കൂമൻ്റെ നീട്ടിയുള്ള കൂവൽ കേട്ടതുകൊണ്ടാണ് കുഞ്ഞിക്കുരുവി ഞെട്ടിയുണർന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ? നിലാവ് കണ്ട കുഞ്ഞിക്കുരുവിക്ക് എന്താണ് തോന്നിയത്? പാൽപാത്രം തട്ടിമറിഞ്ഞതുപോലെയാണ് തോന്നിയത്. ഇനി മൂന്നാമത്തെ ചോദ്യം, തൻ്റെ പരിസരം കാണാൻ ഏറ്റവും ഭംഗിയുള്ള സമയം ഏതാണെന്നാണ് കുഞ്ഞിക്കുരുവി ചിന്തിച്ചത്? നിലാവുള്ള രാത്രി. ഇനി അടുത്ത ചോദ്യം, ഭംഗി എന്നർത്ഥം വരുന്ന മറ്റൊരു പദം കൂടി കഥയിലുണ്ട്. ആ പദം ഏതാണ്? ചന്തം. ചന്തത്തിൻ്റെ അർത്ഥം എന്താണ്? ഭംഗി എന്നാണ്. ഇനി കഥയ്ക്കൊരു തലക്കെട്ട് എഴുതുക. കുഞ്ഞിക്കുരുവി കണ്ട നിലാവ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് കൊടുക്കാം. ആ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് ആ കഥയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. രണ്ടാമത്തെ ചോദ്യം, കുഞ്ഞനുറുമ്പിൻ്റെ കൂട്ടുകാരൻ്റെ പിറന്നാളാണ്. കൂട്ടുകാർ ചേർന്ന് സദ്യ ഒരുക്കാൻ തീരുമാനിച്ചു. കുഞ്ഞനുറുമ്പിന് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവത്തിൻ്റെ പാചകക്കുറിപ്പ് തയ്യാറാക്കി അവനെ ഒന്ന് സഹായിക്കൂ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പാചകക്കുറിപ്പ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്, തയ്യാറാക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെന്തൊക്കെയാണ് വേണ്ടത്? ആവശ്യമുള്ള സാധനങ്ങൾ വേണം, തയ്യാറാക്കുന്ന രീതി വേണം, ഒക്കെ വേണം അല്ലേ? അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു നല്ല പാചകക്കുറിപ്പ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തിൻ്റെ പാചകക്കുറിപ്പ് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത് തയ്യാറാക്കണം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ബി എന്ന് വെച്ചാൽ അക്ഷരമാലാക്രമത്തിലാക്കൂ. താഴെ കുറച്ച് പലഹാരങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിന് നിങ്ങൾ എന്ത് ചെയ്യണം? അക്ഷരമാലാക്രമത്തിൽ എഴുതണം. ഓക്കെ, ഒന്ന് എഴുതി നോക്കണം എല്ലാവരും. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കിയല്ലോ. ഇനി നമുക്ക് ഉത്തരം നോക്കാം. എന്താ വരുക? അട, ഇടിയപ്പം, ഊത്തപ്പം, കൊഴക്കട്ട, നെയ് റോസ്റ്റ്, പൊറോട്ട, ബോണ്ട, മുട്ട പപ്സ്, വട, സുഗിയൻ. ഇങ്ങനെയാണ് അക്ഷരമാലാക്രമത്തിൽ ശരിയായിട്ട് എഴുതേണ്ടത്. മൂന്നാമത്തെ ചോദ്യം, വിവിധ തൊഴിലുകളെ കുറിച്ചാണ് ക്ലാസ്സിൽ ചർച്ച. തൻ്റെ വീട് നിർമ്മിക്കാൻ എന്തൊക്കെ ജോലികൾ ആവശ്യമായി വന്നുവെന്ന് മിത്ര വിശദീകരിച്ചു. എന്തൊക്കെയായിരിക്കും അത്? എഴുതി നോക്കൂ. അപ്പം എല്ലാവരും വീട് നിർമ്മാണത്തിന് ആവശ്യമായ തൊഴിലുകളുടെ പേരുകൾ എഴുതണം. ഓക്കെ, എല്ലാവരും എഴുതിയല്ലോ. ഇനി ഉത്തരം നോക്കാം. എൻജിനീയറിംഗ്, പെയിൻറ്റിംഗ്, വാർപ്പുപണി, വയറിംഗ്, മരപ്പണി, പ്ലംബിംഗ്, ഇനിയും ഉണ്ട് കുറേ തൊഴിലുകൾ. അപ്പോൾ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കണം. ഇനി അതേ ചോദ്യത്തിൽ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഒരുമയുണ്ടെങ്കിലേ ഏത് ജോലിയും വിജയിക്കൂ. ഒരുമയുമായി ബന്ധപ്പെട്ട 3 പഴഞ്ചൊല്ലുകൾ എഴുതൂ. ഉത്തരം നമുക്ക് നോക്കാം. ഒത്തുപിടിച്ചാൽ മലയും പോരും, ഐക്യമത്യം മഹാബലം, ഒരുമ തന്നെ പെരുമ. ഇനി കൂടുതൽ കണ്ടെത്തുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, നിങ്ങൾക്കെല്ലാം കളികൾ ഇഷ്ടമല്ലേ? ഒരു കളി അനുഭവക്കുറിപ്പ് തയ്യാറാക്കൂ. അപ്പം നിങ്ങൾ കളി അനുഭവക്കുറിപ്പ് ക്ലാസ്സിൽ തയ്യാറാക്കിയിട്ടുണ്ടാവും. കളിയെക്കുറിച്ച് വിവരിക്കലല്ല, നിങ്ങൾ കളിച്ച ഒരു കളിയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അനുഭവം എഴുതുക വേണ്ട. അപ്പോൾ അത് തയ്യാറാക്കണം എല്ലാവരും. ഓക്കെ, അവസാനത്തെ ചോദ്യം, ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒന്ന് മഴക്കാലത്തിൻ്റെതും ഒന്ന് വേനൽക്കാലത്തിൻ്റെയും ചിത്രമാണ്. അപ്പം ഈ 2 ചിത്രങ്ങളും താരതമ്യം ചെയ്ത് മഴക്കാലവും വേനൽക്കാലവും ഭൂമിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എഴുതി നോക്കൂ. ഏതു കാലമാണ് നിങ്ങൾക്കിഷ്ടം?
ഇത് എഴുതണം. ഓക്കെ, അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ എഴുതുക. ഓക്കെ.